നമുക്ക് പ്രണവവേദം എന്താണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. എല്ലാം വിട്ട് ഒരിടത്ത് പോയി ഇരുന്നാൽ നമുക്കത് തന്നെയാണ് സന്തോഷമെന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തും. അങ്ങനെ അത് റിയലൈസ് ചെയ്ത് നമ്മൾ ആ ഒരു സ്റ്റേജിലോട്ട് മാറും. അപ്പോൾ ഈ എന്താ വലിയ വലിയ യോഗിമാരൊക്കെ ഇല്ലേ, ഈ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടും അല്ലാണ്ട് അവർക്കും കിട്ടുന്ന ഈ ആനന്ദം എന്ന് പറയുന്നത് ഇതും അതും സെയിം ആണോ? അതായത് അവർ ധ്യാനത്തിലൂടെ ആർജിച്ചെടുക്കുന്ന ജ്ഞാനവും നമുക്ക് പ്രണവവേദം ശാസ്ത്രീയമായി നമ്മൾ യുക്തി കൊണ്ട് ശാസ്ത്രീയപരമായി അതിനെ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്, ഈ രണ്ട് സംഭവം ഒന്നാണോ? നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളുടെ ധന്യമായിരിക്കുന്ന ആ ധനികമായിരിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ നല്ല ബോധ്യമുള്ളവരാവണം. നമുക്ക് യാതൊരു ബോധ്യവും ഇല്ലാതെ, നമ്മളൊന്നും പഠിക്കാതെ, നമ്മളൊന്നിനെക്കുറിച്ചും അറിയാതെ നമ്മൾ ധ്യാനിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മളുടെ ആത്മവൈഭവം എന്താണ്, എനിക്കെന്താണ് കഴിവ്, എൻ്റെ ആത്മസമ്പാദ്യം എന്താണ്, അതിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ, എൻ്റെ വൈഭവം എന്താണ്, എൻ്റെ ജീവിത മാർഗം എന്തായിരിക്കണം, ലക്ഷ്യം എന്തായിരിക്കണം, ഇതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് ധ്യാനത്തിലൂടെ നമ്മളുടെ പരം വൈഭവത്തെ നേടുവാൻ കഴിയും. അപ്പോൾ മോളുടെ ആ ധ്യാനമോ ലക്ഷ്യമോ ആയിരിക്കില്ല എൻ്റേത്. നമുക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന കഴിവ് പലതാണ്. സിദ്ധി എന്ന് പറയുന്നത് സാധ്യമാകുന്നതിനെയാണ് സിദ്ധി എന്ന് പറയുന്നത്, അസാധ്യമായതിനെയല്ല സിദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ആചാര്യൻ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ആ അറിവിനെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ആ ലക്ഷ്യത്തിലേക്കുള്ള അധ്യായ വസ്തുവിൽ തന്നെ ചിത്തത്തെ ഉറപ്പിച്ച് ജ്ഞാനത്തിൻ്റെ അണ്ടറിൽ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ടുള്ള ഭാവനാ പദ്ധതികളാണ് ധ്യാനം കൊണ്ട് അർത്ഥമാക്കേണ്ടത്. ധ്യാനം എപ്പോഴും ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്, ഭജനം പോലെയല്ല ധ്യാനം. അപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് നല്ല അറിവുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അയാൾ സർവ്വതും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ധ്യാനം കൊണ്ട് അർത്ഥമുണ്ട്. അതല്ല, നമുക്ക് ജീവിത ലക്ഷ്യങ്ങളൊന്നുമില്ല, ദൈവത്തെ കാണുക എന്നുള്ളതാണ് നമ്മളുടെ ധ്യാനമെങ്കിൽ ധ്യാനിക്കേണ്ടതില്ല, പ്രണവവേദം പഠിച്ചാൽ മതി. ശിവനെ കാണാനായിട്ട് ഒരു ധ്യാനത്തിൻ്റെയും ആവശ്യമില്ല, പ്രണവവേദം പഠിക്കണം. മറ്റെല്ലാ സബ്ജക്റ്റും പോലെ ഒന്നും മാത്രമാണ് തിയോളജി. അത് പഠിച്ചാൽ മാത്രം മനസ്സിലാകുന്നതാണ്. കണ്ണുമടച്ച് നമ്മൾ മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കിയിരുന്നാലോ, ഒറ്റയ്ക്കൊരു ഗുഹയിൽ പോയിരുന്നാലോ, മറ്റേതെങ്കിലും ഒരു ചിന്താപദ്ധതിയിലൂടെയല്ല നമ്മൾ വേദത്തെ കാണേണ്ടത്, അല്ലെങ്കിൽ തിയോളജി ദൈവശാസ്ത്രത്തെ കാണേണ്ടത്. ദൈവം ഏകദ്രവ്യാവസ്ഥയിൽ നിന്നും പഞ്ചഭൂതാത്മകമായിട്ട്, അതായത് പരബ്രഹ്മമായിരിക്കുന്ന സൂര്യനാൽ നമ്മൾ ബഹുദൈവികമായിട്ട് മാറുകയാണ്. ബഹുജൈവികതയ്ക്ക് വേണ്ടി. ബഹുജൈവികമാണ് പ്രപഞ്ചം, അത് ബഹുദൈവികതയിലാണ്. അപ്പോൾ ഏതൊക്കെ ദൈവങ്ങളാണ്, ഏതൊക്കെ ദ്രവ്യവിശേഷങ്ങളാണ് നമ്മൾ ദൈവങ്ങളായിട്ട് കാണുന്നത്, അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്, അതിനെ ആരാധിക്കേണ്ടതുണ്ട്. വായുമണ്ഡലത്തിൽ പോലെ തന്നെ എത്രയോ വായു ഘടനകളുണ്ട്, വാതകങ്ങളുണ്ട് എത്രയോ. അപ്പോൾ ഇതിനെയെല്ലാം ആവശ്യമുള്ളിടത്ത് പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ദ്രവ്യാവസ്ഥയിൽ നിലനിർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന ആ പഞ്ചഭൂതങ്ങളെ മാത്രമല്ല, അതിൽ നിന്നും ജനിക്കുന്ന മുഴുവൻ മൂല്യങ്ങളുള്ള ധാതുക്കളെയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ മാത്രമാണ് നമ്മളുടെ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലുമുള്ള ആ ത്രിഗുണ വൈഭവത്തെ എങ്ങനെ നിലനിർത്താം. അപ്പോൾ എന്താണ് ഈ ദൈവം, എന്താണ് ദൈവവിശ്വാസം, എന്താണ് ആരാധന, എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ഇതൊക്കെ അറിയണമെങ്കിൽ ദൈവശാസ്ത്രത്തെ നമ്മൾ അറിയണം. അപ്പോഴാണ് ഇപ്പോൾ പറയുന്ന ഏകദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത്. ഏകദൈവം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലോ നമുക്കതിനെ ആരാധിക്കാൻ പറ്റില്ല. നമ്മളൊരു നാമം 1,00,000 അല്ല 1,00,00,000 തവണ ചൊല്ലിയാലും നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ യാതൊരു ഫലവും അതിൽ നിന്നും സിദ്ധിക്കുകയില്ല. നമുക്കിപ്പോൾ ഇതിലൂടെ കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു വ്യക്തത കിട്ടും, നമ്മൾ ആരാണ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. പക്ഷെ അത് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രം പോരല്ലോ, റിയലൈസേഷൻ കൂടെ വരണ്ടേ? തീർച്ചയായിട്ടും മനനം വേണമല്ലോ. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തുടർന്ന് പഠിക്കണം. നമ്മൾ ആ സബ്ജക്റ്റിൽ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ആത്മീയപാതയിൽ ചരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ശിവൻ എന്താണെന്ന് മനസ്സിലായി, പാർവതി എന്താണെന്ന് മനസ്സിലായി, വിഷ്ണു എന്താണെന്ന് മനസ്സിലായി, ലക്ഷ്മി എന്താണെന്ന് മനസ്സിലായി, ഈ പറയുന്ന ദേവസങ്കല്പങ്ങൾ ബ്രഹ്മാവ്, വിഷ്ണു,
അതുപോലെ തന്നെ സരസ്വതി, ചണ്ഡി, ചാമുണ്ഡി, ഭദ്രകാളി, ഭൈരവി, ഭുവനേശ്വരി, വെള്ളം, ഭഗവതി, ഐലേക്ഷി, പിശാച്, ചെകുത്താൻ, ഡ്രാക്കുള, യക്ഷൻ, യക്ഷി, ഇതെല്ലാം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിത പദ്ധതികളുമായിട്ട് ഇത് പൊരുത്തപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഭദ്രകാളി സേവയാവാം എന്ന് വിചാരിച്ചാൽ അത് അറിഞ്ഞാണ് ആചരിക്കണമെങ്കിൽ ഭദ്രകാളി സേവ നല്ലതാണ്. മനസ്സിലായോ? ദുർഗയാണ് ഞാൻ ഉപാസിക്കേണ്ടത് എന്ന് വെച്ചാൽ കുറ്റിച്ചെടികളെ, ദുർഗമമായിട്ടുള്ള ഇടങ്ങളെ സൃഷ്ടിക്കുന്ന ഈ ചെറിയ ചെടികളെയാണ്, ഈ വയൽച്ചുള്ളികളെയും നായകറിൻ്റെ ചെടികളെയും അതുപോലെ തന്നെ കള്ളിമുള്ളി ചെടികളെയും നമ്മളുടെ പ്രവേശനം പോലും ദുർഗമമാക്കുന്ന ഇത്തരം ചെറിയ ചെടികളെയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടതെന്ന് നമ്മൾ ആ മാർഗ്ഗമാണ് തിരഞ്ഞെടുക്കണമെങ്കിൽ ദുർഗയെ ഉപാസിക്കുക. അതല്ല, വിഷ്ണുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. മഹാവൃക്ഷ പ്രകൃതിയെ നട്ട് പരിപാലിക്കണം. ലക്ഷ്മി ലോകത്തെയാണോ, ലക്ഷ്മിയാണ് നമുക്കിഷ്ടം എങ്കിൽ ജന്തുലോകത്തെ പരിപാലിക്കണം, അവരെ സംരക്ഷിക്കണം. ഈ ഭാരതത്തിലെ 27 നക്ഷത്രങ്ങളുടെ കൂറിൽ ജനിക്കുന്നവരെ, ആ 27 നക്ഷത്രങ്ങളിലെ ഉള്ളവരെ ഓരോ തസ്തികളായിട്ട് തിരിച്ചിട്ട് 5 ഇനം പക്ഷികളെയും ജന്തുലോകത്തെയും വൃക്ഷലോകത്തെയും ഒക്കെ പരിപാലിക്കുവാൻ, പഞ്ചഭൂതങ്ങളെയും പരിപാലിക്കുവാൻ ചുമതലപ്പെട്ടവരാക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലേക്ക് വെച്ചുകൊണ്ടാണ് നമ്മുടെ ജ്യോതിശാസ്ത്രം നിൽക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവശാസ്ത്രം അതിനെ ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ തിയോളജിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആത്മീയ പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെങ്കിൽ സർവ്വചരാചരങ്ങളെയും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഒരാൾ മാത്രമാണ് ഈ ആത്മീയ രംഗത്ത് നിൽക്കേണ്ടത്. ഇറച്ചി മീനും കൂട്ടിക്കൊണ്ട്, മത്സ്യവും മാംസവും കഴിച്ചുകൊണ്ട്, ആഹാരത്തിന് വേണ്ടി ആചാരത്തിന് വേണ്ടി എന്തിനേയും ഹിംസിച്ചുകൊണ്ട് ആത്മീയത പ്രഭാഷണം ചെയ്യുവാനോ ആത്മീയ ജീവിതം നയിക്കുവാനോ പറ്റില്ല. കാരണം സകലത്തിലും ആത്മാവിനെ ദർശിക്കുന്നതാണ് ആത്മീയത. സർവ അറിവുകളെയും ചേർത്ത് വെച്ച് ജീവനെ ജനിപ്പിക്കുന്നതാണ് ആത്മീയത. ജീവനെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവുകളുടെ ശേഖരത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിൽ എന്താ പറയണേ, ഈ ഭൂമിയെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിലൂടെയും അറിവിലൂടെയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ആത്മീയ പ്രവർത്തനം. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ, എന്തും കഴിച്ചുകൊണ്ട് ആത്മീയത പറയാൻ പറ്റില്ല, എന്തും ചെയ്തുകൊണ്ട് ആത്മീയത പറയാൻ പറ്റില്ല, നരബലി നടത്തിക്കൊണ്ട് ആത്മീയത പറയാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല. ഇപ്പം നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ദൈവത്തെ കാണണം എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ അത് കാണാനായിട്ട് ധ്യാനം ആവശ്യമില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്, ജീവിത ലക്ഷ്യം എന്താണ്, എത്ര വയസ്സ് വരെ എനിക്ക് ജീവനുണ്ടാവണം, ആയുസ് ഉണ്ടാവണം, എൻ്റെ ജീവിത ലക്ഷ്യത്തിൽ ഞാൻ എന്തെല്ലാം ചെയ്യണം, ആർക്കൊക്കെ ഞാൻ സഹായം ചെയ്യണം, എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ സമാജത്തിന് എന്ത് ചെയ്യാൻ പറ്റും, രാഷ്ട്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ലോകത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അത് ആത്മീയതയിലൂടെ നടക്കുന്നതെങ്കിൽ ആ സർവ്വചരാചരങ്ങളെയും സംരക്ഷിക്കുവാനാണ് എൻ്റെ ചുമതലയെങ്കിൽ ആത്മീയ പാതയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതല്ല, നല്ലൊരു ഗൃഹസ്ഥനായിട്ട് ജീവിക്കാനാണെങ്കിൽ ആത്മീയതയുടെ ആ തലത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഭാരതത്തിൽ 4 രീതിയിലാണ് ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചതുരാശ്രമം എന്ന് പറയും, നന്നായിട്ട് പഠിക്കുക, അതിനാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. നന്നായിട്ട് ബ്രഹ്മം പറഞ്ഞാൽ അറിവിന് വേണ്ടി ചരിക്കുക, നന്നായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠിത്തം നിർത്താതെ തന്നെ ഗാർഹസ്ഥ്യം, ഗൃഹസ്ഥനാവുക അല്ലെങ്കിൽ ഗൃഹസ്ഥയാവുക. അതിനുശേഷം വനപരിപാലനം ചെയ്യുക, വാനപ്രസ്ഥത്തിലേക്ക് വരിക. അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിച്ചിരിക്കുന്ന മുഴുവൻ ബ്രഹ്മചര്യത്തിലൂടെ നേടിയിരിക്കുന്ന മുഴുവൻ അറിവുകളെയും, അതുപോലെ തന്നെ ഗാർഹസ്ഥ്യത്തിലൂടെ ജീവിത രീതിയിലൂടെ നേടിയിരിക്കുന്ന മുഴുവൻ അറിവുകളെയും, വാനപ്രസ്ഥത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഭവ സമ്പത്തിനെയും മുഴുവൻ ന്യസിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് പുതുതലമുറയ്ക്ക് ആ അറിവിനെ പകർന്നുകൊണ്ട് നമ്മൾ സന്യാസം സ്വീകരിക്കുക. ന്യസിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥം, നിക്ഷേപിക്കുക പുതുതലമുറയിലേക്ക്. എന്നിട്ട് നമ്മൾ മറയുക. അപ്പം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ ജീവനെ നിലനിർത്താൻ? ഒരു ശരീരത്തിൽ ആത്മാവിനെയും ജീവനെയും ശരീരത്തെയും ദർശിക്കുന്നതായിരിക്കണം നമ്മളുടെ ആത്മീയതലം. ഇപ്പോൾ ഏതെങ്കിലും ഒരു മൃഗത്തെ ബലി കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ദേവത പ്രസാദിക്കുമെന്ന് പറഞ്ഞാൽ ആ ദേവത പ്രസാദിക്കുന്ന ദേവതയുണ്ട്. ആ ദേവതയ്ക്ക് സ്വയം ഭക്ഷണത്തിന് എന്താ പറയണേ, വകയില്ലാത്തൊരവസ്ഥയിൽ അത് ചെയ്യേണ്ടത്. സിംഹരഥയാണ് ദേവി. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ മാംസാഹാരികളായിട്ടുള്ള ജീവലോകത്തിൻ്റെ ഊർജ്ജമാണ് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ. സിംഹത്തിന് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? മാംസം കൊടുക്കണ്ടേ? പുലിയെയോ നമ്മൾ വളർത്തുകയാണെങ്കിൽ പുലിയും പുല്ല് തിന്നില്ല, അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? മാംസാഹാരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനെ നമ്മൾ വളർത്തേണ്ടതില്ല.
അവർക്ക് വന്യമായിരിക്കുന്ന വനത്തെ കൊടുത്താൽ മതി, അവിടെ അവർ സ്വയം എന്തു ചെയ്യും? ആഹാരത്തെ കണ്ടെത്തിക്കോളും. അപ്പോൾ നമുക്ക് മനുഷ്യന് ഈ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ചെയ്യുന്ന പോലെ പട്ടിക്ക് വേണ്ടിയിട്ട് ഇറച്ചി മേടിക്കാൻ പോയതാ, മീൻ മേടിക്കാൻ പോയതാന്ന് പറയുന്ന മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് അധപ്പതിച്ച് നിൽക്കുകയാണ് എല്ലാവരും, അല്ലേ? അറവശാലയിലേക്കാണ് രാവിലെ പോകുന്നത്. ആർക്ക് കഴിക്കാനാണ്? പട്ടിക്ക് നമ്മൾ വളർത്തുന്ന പെറ്റായിട്ടുള്ള ജീവലോകത്തിന് ഫുഡ് മേടിക്കാനായിട്ടാണ് അറവശാലയിൽ പോയി നമ്മൾ ക്യൂ നിൽക്കുന്നത്. അത് ആത്മീയതയല്ല. അവരവരുടെ ഇരകളെ അവർ കണ്ടെത്തിക്കോളും. നമ്മൾ സിംഹത്തിനെ വളർത്തുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സിലബസ് എനിക്കും ബാധകമല്ല. കാരണം ഞാൻ ആ സിംഹത്തിനെ നിലനിർത്തണമെങ്കിൽ എന്തിനെ കൊടുക്കണം? മാംസത്തെ കൊടുക്കണം, അല്ലേ? അപ്പോൾ ഭദ്രകാളി ഭാവത്തിലുള്ള ജീവലോകത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭദ്രകാളി വലിയ ഭാവത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? അജത്തെയും മറ്റതുപോലെയുള്ള ജീവലോകത്തെയും എല്ലാം ഹിംസിച്ച് അവർക്ക് ഭക്ഷണത്തെ കൊടുക്കണം, അല്ലേ? ഇല്ലെങ്കിലോ? എല്ലാത്തിനും സിലബസ് ഉണ്ട്. ഇത് അറിയുമ്പോഴാണ് ഭദ്രകാളി എന്താണെന്ന് മനസ്സിലാകാതെ അവിടെ ബലി നടത്തി, എന്നിട്ട് ആ മാംസം കൊണ്ട് നമ്മൾ തന്നെ പാചകം ചെയ്ത് കഴിച്ചു. ഒരർത്ഥവും ഇല്ല അതിനകത്ത്. അതായത് ഭദ്രകാളിയുടെ ശരീരത്തിലിരിക്കുന്ന വസൂരിമാല എന്ന് പറയുന്ന നമുക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും സൂക്ഷ്മ ജീവി തൊട്ട് സിംഹം വരെയുള്ള മാംസഭക്ഷണശാലികളായിട്ടുള്ള ജീവലോകത്തിന് വേണ്ടിയിട്ട് മാംസത്തെ തന്നെ കൊടുക്കണം. ഹിംസിച്ച് തന്നെയാണ് അവർ ഭക്ഷിക്കുന്നത്. അപ്പോൾ അവയെ നമ്മൾ സംരക്ഷിച്ച് വീട്ടിൽ വളർത്തുകയാണെങ്കിലും നമ്മൾ ഹിംസ തന്നെയായിരിക്കും നമ്മുടെ തൊഴിൽ. അപ്പം നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈ ഹിംസയല്ല ആത്മീയതയുടെ മാർഗം, അഹിംസയാണ്. ആത്മീയതയുടെ മുദ്രയും അഹിംസയാണ്. എല്ലാ ജീവനിലും ശരീരത്തെ ദർശിക്കുന്നതാണ്, ആത്മാവിനെ കാണുന്നതാണ്, ആത്മാവിന് വില കൽപ്പിക്കുന്നതാണ്. അതാണ്. അപ്പോൾ ഈ പ്രണവവേദത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എല്ലാത്തിനും എല്ലാ ജീവലോകത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഈ പ്രപഞ്ചത്തിലുണ്ട്. ഒരു ജീവിയും പാഴ്ജന്മങ്ങളല്ല, ഒരു വൃക്ഷവും ഒരു ചെടിയും പാഴ്ചെടികളല്ല, ഒരു വൃക്ഷവും പാഴ്മരങ്ങളല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പാഴ്ചെടികൾ, പാഴ്വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് നിറയെ പുഴുക്കളുണ്ടാകുന്ന വൃക്ഷങ്ങളാണ്. ആ നിറയെ പുഴുക്കളുണ്ടാകുന്ന വൃക്ഷങ്ങളിലാണ് ജന്തുലോകം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. പക്ഷികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അത്തരം പുഴുക്കളെ തിന്നാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഭക്ഷണശാലകളാണ് ആ പാഴ്വൃക്ഷങ്ങൾ നമ്മൾ പറയുന്ന വൃക്ഷങ്ങൾ. അപ്പോൾ ഒന്നും പാഴായിട്ടില്ല.